ഹായ് ഫ്രണ്ട്സ്, തലവൻ കുറച്ച് ഈഗോ ക്ലാഷ് ഒക്കെ ചേർത്ത് നല്ല വൃത്തിക്കെടുത്ത ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് തലവൻ. എന്ന് വെച്ച് ദൃശ്യം, മെമ്മറീസ്, മുംബൈ പോലീസ് ലെവൽ ഉണ്ട് എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഈ അടുത്തിറങ്ങിയ ഓസ്ലർ, അന്വേഷിപ്പിൻ കണ്ടെത്തും തുടങ്ങിയ പടങ്ങളെക്കാൾ മേലെയാണ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന നിലയിൽ തലവന്റെ ക്വാളിറ്റി. പ്രത്യേകിച്ച് സൺഡേ ഹോളിഡേ, വിജയ് സൂപ്പറും പൗർണമിയും പോലെയുള്ള ഫീൽ ഗുഡ് സിനിമകൾക്ക് ജിസ് ജോയ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചെയ്യുമ്പോൾ കുറച്ചൊരു സംശയം ഉണ്ടായിരിക്കും, ഇയാൾക്ക് ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ. പക്ഷെ വളരെ നല്ല രീതിയിൽ ജിസ് ജോയ് ഇതിന്റെ ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. ഡയലോഗ്സും ജിസ് ജോയുടേതാണ്. ഡയലോഗ്സ് ഒന്നും അങ്ങനെ മാരക ഡയലോഗ്സ് എന്ന് പറയാനൊന്നുമില്ല. ഒരു ത്രില്ലറിന് വേണ്ട രീതിയിലുള്ള ഡയലോഗ്സ് നല്ല രീതിയിൽ തന്നെ ജിസ് ജോയ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയേണ്ട രണ്ട് പേരുകൾ, ഒന്ന് ആനന്ദ് തേവരക്കാട്ട്, രണ്ട് ശരത് പെരുമ്പാവൂർ. ഇവരാണ് ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത്. കഥയിലൊന്നും ഒരിടത്തും ലാഗില്ല. പിന്നെ നമുക്ക് പ്രവേശിക്കാൻ പറ്റുന്ന കഥയാണോ എന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് മാത്രമേ പ്രവേശിക്കാൻ പറ്റൂ. ഒരു സീരിയൽ കില്ലിംഗ് സ്റ്റോറി ഒന്നുമില്ല. ഒരു മർഡർ നടക്കുന്നു, അത് ആരാണ് കൊന്നത്, എന്തിനാണ് കൊന്നത്. പൊതുവെ നമ്മൾ ഇതേപോലെയുള്ള ത്രില്ലറിൽ ആര് കൊന്നു എന്നുള്ളതായിരിക്കും കൂടുതൽ എക്സൈറ്റിങ്. എന്നെ ഇതിൽ കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് എന്തിനു കൊന്നു എന്നുള്ള ആ ഒരു പാർട്ടാണ്. മെയിൻ ലീഡ്സ് രണ്ടുപേരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ബിജു മേനോൻ ആയാലും ആസിഫ് അലി ആയാലും അവരുടെ പടങ്ങൾ മോശമായാൽ പോലും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന രണ്ട് നടന്മാരാണ്. ഇവിടെ ബിജു മേനോനെ കുറിച്ച് പറയുന്നതാണെങ്കിൽ അയ്യപ്പനും കോശിയിലെ ആ ഒരു പോലീസ് കഥാപാത്രത്തിന്റെ കുറച്ച് ഷെയ്ഡ് ഇതിലെ കഥാപാത്രത്തിനുണ്ട്. അതുപോലെ ആസിഫ് അലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂമനിലെ ആ ഒരു പോലീസ് ഓഫീസർ ഉണ്ടല്ലോ, അത് ഏകദേശം അതേ ഒരു ലൈനിലാണ് ആസിഫ് അലി പിടിച്ചിട്ടുള്ളത്. ഒരു മാസ് പോലീസ് ഓഫീസറായിട്ട് ചിലപ്പം ആസിഫ് അലിക്ക് ചെയ്യാൻ പറ്റില്ലായിരിക്കും, അയാൾക്ക് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. പക്ഷെ ഇതേപോലെയുള്ള ത്രില്ലിംഗ് ആയുള്ള പോലീസ് സ്റ്റോറികളിൽ ആസിഫ് അലി പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതിന്റെ ഉദാഹരണം കൂമൻ തന്നെയാണ്. ഈ ഒരു തലവൻ കാണുമ്പോഴും എനിക്ക് തോന്നിയത് ഇത് ജിസ് ജോയി അല്ല, ജിത്തു ജോസഫ് ആണോ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് തോന്നുന്ന വിധത്തിലാണ് ആസിഫ് അലി അഭിനയിച്ചിട്ടുള്ളത്. സപ്പോർട്ടിംഗ് ആക്ടേഴ്സ് ഒക്കെ വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. ദിലീഷ് പോത്തൻ മികച്ച റോളുണ്ട്. മിയ ജോർജ്, അനുശ്രീ, കോട്ടയം നസീർ, ജാഫർ ഇടുക്കി അത്യാവശ്യം കോമഡിയൊക്കെ അദ്ദേഹം വരുന്ന സീനുകളിൽ കൊടുത്തിട്ടുണ്ട്. പൊതുവെ പെർഫോമൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ ഡീസന്റ്, ആവറേജ് എന്ന് പറയാൻ മാത്രമൊന്നുമല്ല, നല്ല പെർഫോമൻസുകളാണ് എല്ലാവരും കൊടുത്തിട്ടുള്ളത്. പിന്നെ ടെക്നിക്കൽ സൈഡിൽ എടുത്തു പറയേണ്ടത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ്. ഒരു ത്രില്ലർ സിനിമക്ക് വേണ്ട രീതിയിലുള്ള നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ദീപക് ദേവ് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഈ സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞാൽ, ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ മലയാളം ത്രില്ലേഴ്സിൽ വളരെ മികച്ചൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് തലവൻ. പതിവ് ത്രില്ലർ പടങ്ങൾക്ക് ഉള്ളതുപോലെ തന്നെ രണ്ടാം ഭാഗത്തിനുള്ള ഒരു ഹിന്റ് ഇട്ടുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. പിന്നെ ഈ സിനിമക്ക് നമ്മുടെ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ മമ്മൂട്ടിയുടെ ടർബോ ആയിട്ട് ഒരു ചെറിയൊരു സാമ്യമുണ്ട്. അത് രണ്ട് സിനിമകളും കണ്ടവർക്ക് അറിയാൻ പറ്റും. ഞാനത് സ്പോയിൽ ചെയ്യുന്നില്ല. ഞാൻ ഈ സിനിമ കൊടുക്കുന്ന റേറ്റിംഗ് 4/5. ഇതിന് വരുന്ന പോസിറ്റീവ് റിവ്യൂസ് അനുസരിച്ചുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ വരുന്നുണ്ടോ എന്ന് സംശയമാണ്. ചിലപ്പോൾ ടർബോ എഫക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഫാമിലി ഓഡിയൻസ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഗുരുവായൂർ അമ്പലമാണേലായിരിക്കും. എങ്ങനെയായാലും എനിക്ക് തോന്നുന്നത് അന്വേഷിപ്പിന് കണ്ടെത്തും പോലത്തെ ഒരു സിനിമക്ക് കിട്ടുന്ന തരത്തിലുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിരിക്കും ഈ സിനിമക്ക് കിട്ടാൻ പോകുന്നത് എന്നാണ്.